Hi guys, welcome to online class. So up to the last lecture we dealt with time independent perturbation theory. Okay, all these are the uh, according to the our Schrodinger's time independent equation, right? So in approximation I already told you that there are time independent method as well as time dependent method. Okay, so far we are discussing time independent method, and in that we have discussed perturbation theory. Okay, time independent perturbation theory. Okay, and we learned how a degenerate system as well as how a non-degenerate system behaves. Okay, so time independent നമ്മൾ പഠിച്ചത് ഏതാണ്? ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ ആണ്. അതിൽ തന്നെ രണ്ട് തിയറി പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡീജനറേറ്റ് കേസിനും നോൺ ഡീജനറേറ്റ് കേസിനും. അവസാനമാണ് നമ്മൾ ഡീജനറസി പഠിച്ചത് അല്ലേ? ആ ഡീജനറസി പഠിച്ച് അതിന്റെ തുടർച്ചയായിട്ട് സ്റ്റാർക്ക് എഫക്റ്റ്, സീമൻ എഫക്റ്റ് അല്ലേ, അങ്ങനെ കണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പോകാനുള്ളത് ടൈം ഇൻഡിപെൻഡന്റ് മെത്തേഡ് തന്നെ, റൈറ്റ്, ടൈം ഇൻഡിപെൻഡന്റ് അപ്രോക്സിമേഷൻ ടെക്നിക്കിന്റെ ഭാഗം തന്നെയായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പഠിക്കാനുള്ളത്. ആ രണ്ടും കൂടെ ഒരു മൊഡ്യൂളായിട്ട്, അതായത് രണ്ടാമത്തെ മൊഡ്യൂൾ അങ്ങനെയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതിൽ വരുന്നത് ആദ്യത്തെ ഭാഗം വേരിയേഷണൽ പ്രിൻസിപ്പിളും അല്ലെ വേരിയേഷണൽ മെത്തേഡും, രണ്ടാമത്തെ ഭാഗം WKB മെത്തേഡുമാണ്. ഓക്കെ, അപ്പോൾ ടൈം ഇൻഡിപെൻഡന്റിന്റെ അല്ലെ അപ്രോക്സിമേഷൻ ടെക്നിക്സ് ആയിട്ടുള്ള ടൈം ഇൻഡിപെൻഡന്റും ഉണ്ട്, ടൈം ഡിപെൻഡന്റും ഉണ്ട്. ടൈം ഇൻഡിപെൻഡന്റിലെ ഒന്ന് കഴിഞ്ഞു പെർട്ടർബേഷൻ തിയറി. ഇനി അടുത്ത പഠിക്കാനുള്ളത് നമുക്ക് വേരിയേഷണൽ ആണ്. റൈറ്റ്, വേരിയേഷനും WKBയും കൂടെ ഒരു മൊഡ്യൂളാണ് ഞാൻ പറഞ്ഞു. എനിവേ ആദ്യം നമുക്ക് വേരിയേഷൻ നോക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബട്ട് റിമെമ്പർ ദാറ്റ് യു ഷുഡ് നോ ഗാമ ഫംഗ്ഷൻ. ഓക്കെ, ഇന്റഗ്രേഷൻ വിത്ത് ഗാമ ഫംഗ്ഷൻ മിക്കവാറും നിങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. എനിവേ most probably you will come across to solve gamma function. Okay, so അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കാര്യങ്ങളിൽ കിടക്കാം. റൈറ്റ്, അപ്പോൾ നന്നായിട്ട് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. വേറൊരു കുഴപ്പം ഇതിനില്ല. ആകെ ഒരേ ഒരു ഇന്റഗ്രേഷൻ, അത് സോൾവ് ചെയ്ത് കിട്ടുക മാത്രമാണ് എന്തെന്ന് ഇതിലെ ഒരേ ഒരു ഡിഫിക്കൽറ്റി. അത് ഡിഫിക്കൽറ്റി അല്ല, ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ് യു ക്യാൻ ടാക്കിൾ ദി പ്രോബ്ലം. റൈറ്റ്, അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ തിയറി പറയും ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യും. പിന്നൊരു ക്ലാസ്സിൽ ഹീലിയം ആറ്റം. റൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വേരിയേഷൻ മെത്തേഡിൽ. അപ്പോൾ ഒരു 3 ക്ലാസ് കൂടിപ്പോയ 4 ക്ലാസ്, അതോടുകൂടി എന്ത് ചെയ്യും, 4 ലെക്ചേഴ്സ് നമുക്ക് ഈ പാടല്ല വേരിയേഷണൽ പ്രിൻസിപ്പിളിന്റെ ഭാഗം അവസാനിപ്പിക്കാം. അതിനുശേഷം WKBയിലേക്ക് കിടക്കാം. WKB 4 ക്ലാസ് പോലെ കുറച്ചധികം ക്ലാസ് വേണ്ടി വരും. എനിവേ അതോടുകൂടി 2 മൊഡ്യൂളുകൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ സെക്കൻഡ് സെമ്മിന്റെ എക്സാം വരുന്നതിന് മുന്നേ തന്നെ, ഒരു പക്ഷേ സെക്കൻഡ് സെം ഇപ്പോൾ ഡേറ്റ് വന്നിട്ടില്ല, അപ്പോൾ അത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളും കൂടെ തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. റൈറ്റ്, അങ്ങനെയാണ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള മൂന്നാമത്തെ മൊഡ്യൂള് മാത്രമേ ബാക്കിയുണ്ടാവും. അത് ചെറുതുമാണ്, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, സോ നൗ യു ഫോളോ മീ. ലെറ്റ് us discuss variational principle, or its other name is Ritz method. Okay, variational Ritz method. Right, so ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയട്ടെ, നമുക്ക് എവിടെ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് ഏറ്റവും ലോ ആയിട്ടുള്ള എനർജി ഐഗൺ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, കറക്ഷൻ കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് വേരിയേഷണൽ പ്രിൻസിപ്പിൾ. ഓക്കെ, വളരെ രസകരമായ ഐഡിയ ആണ് ഇതിന്റെ പിന്നിലുള്ളത്. നമുക്ക് നോക്കാം. റൈറ്റ്, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്, അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ സം excited state. Okay, so ground state or some excited state. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, വളരെ ചെറിയ ചില കേസുകളിൽ ഏതും
ഒന്നാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ. ചില എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. വൈ ഇറ്റ്സ് കോൾഡ് അപ്രോക്സിമേറ്റ് മെത്തേഡ്? ഇതെന്തുകൊണ്ട് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് പറയാൻ കാരണം ഒന്നുമില്ല, നിങ്ങൾക്ക് എവിടെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്, അപ്രോക്സിമേഷൻ എവിടെ ആവശ്യം വരുന്നത്? യൂഷ്വലി നമ്മുടെ കയ്യിൽ നിങ്ങൾക്കൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടത് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആണ് അല്ലേ. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ആണെങ്കിൽ യു നീഡ് ടു സോൾവ് ഷ്രോഡിഞ്ചേഴ്സ് സ്റ്റേഷനറി സ്റ്റഡി സ്റ്റേറ്റ് ഫോം. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ ഏത് സ്റ്റഡി സ്റ്റേറ്റ് ഫോം അഥവാ ടൈം ഇൻഡിപെൻഡന്റ് ഫോം ഏതാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? d square square by dx square plus 2m by x square e minus v equal to 0. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഫോം. അത് സോൾവ് ചെയ്യണം. ബട്ട് ഇൻ സം കേസസ് യു വിൽ ഫീൽ വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ദാറ്റ് ഇക്വേഷൻ. അവിടെയാണ് നമ്മൾ അപ്രോക്സിമേഷന്റെ പ്രാധാന്യം അല്ലേ. അത് പെർട്ടർബേഷനിൽ എങ്ങനെയാണ് അതിന്റെ തിയറിയും കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു, അതിന്റെ ബ്യൂട്ടി ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. എന്താണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത് ഓർമ്മ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഡിഗ്രിയിൽ സോൾവ് ചെയ്തതാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, പൊട്ടൻഷ്യൽ വെല്ലൊക്കെ. പക്ഷെ ആ പൊട്ടൻഷ്യൽ വെല്ലിൽ നമ്മൾ പെർട്ടർബേഷൻ കൊടുത്തപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ അത് വളരെ ബ്യൂട്ടിഫുള്ളി നമുക്ക് എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ഓക്കെ, അതുപോലെ where you find some difficulty in solving Schrodinger's steady state form, you can use this variational principle to solve that problem. Okay, so അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ശേഷം നമുക്ക് എന്നിട്ട് ഹാർമോണിക് ഓസിലേറ്റർ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫോളോ മീ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓർമ്മിക്കുക, ഇത് എല്ലാ ഐഗൻ സ്റ്റേറ്റ്സും നിങ്ങൾക്ക് ഐഗൻ വാല്യൂസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത് മെത്തേഡ് ഉപയോഗിച്ചുകൂടാ. മിനിമം എനർജി, ഏറ്റവും ലോവസ്റ്റ് എനർജി പോസിബിൾ ഏതായിരിക്കും? ഏത് സിസ്റ്റം എടുത്താലും അതിന്റെ ഏറ്റവും ലോവസ്റ്റ് എനർജി പോസിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ്. അപ്പോൾ ഏറ്റവും ലോ എനർജി ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് ഇത് ഉപയോഗിച്ചുള്ളൂ. ദാറ്റ് മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയോ അല്ലെങ്കിൽ ഒരു ഫ്യൂ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് മാത്രം. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ വി വിൽ ചൂസ് എ വേവ് ഫംഗ്ഷൻ സൈ. നമ്മൾ ആദ്യം ഒരു വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യും. അത് നമ്മൾ വിളിക്കുന്നത് ട്രയൽ വേവ് ഫംഗ്ഷൻ എന്നാണ്. നമ്മൾ ചില മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ട്രയൽ ആയിട്ട് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തിട്ട് ശരിയാണോ ചെക്ക് ചെയ്യാറില്ലേ, അതുപോലെയുള്ളൊരു ട്രയൽ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കും. റൈറ്റ്, യൂഷ്വലി ഒരു ഗോസിയൻ ടൈപ്പ് വേവ് ഫംഗ്ഷൻ e⁻⁻² അല്ലെ, ആ ഒരു ഫോമിലുള്ള അത് ഗോസിയൻ ടൈപ്പ് എന്ന് പറയുന്നില്ല. ഗോസിയൻ ടൈപ്പ് വേവ് ഫംഗ്ഷൻസ് ആണ് യൂഷ്വലി നമ്മൾ എടുക്കാറ്. റൈറ്റ്, നിർബന്ധമൊന്നുമില്ല. ബട്ട് ദാറ്റ്സ് എ ഗുഡ് എന്താ പറയുക ട്രയൽ വേവ് ഫംഗ്ഷൻ, ഏത് ഗോസിയൻ ടൈപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം വേരിയേഷനിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി എക്സാം നിങ്ങളുടെ PG എക്സാമിനോ കിട്ടുവാണെങ്കിൽ യു ചൂസ് എ ഗോസിയൻ ടൈപ്പ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻറ്റഗ്രേറ്റഡ് ബൈ യൂസിങ് ഗാമ ഫംഗ്ഷൻ ആൻഡ് ക്യാൻ ബി സോൾവ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, വിത്ത് ദാറ്റ് ട്രയൽ വേവ് ഫംഗ്ഷൻ യു നീഡ് ടു കാൽക്കുലേറ്റ് ദി എക്സ്പെക്ടേഷൻ ഓഫ് എച്ച്. ഓക്കെ, നമുക്കൊരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹാമിൽട്ടോണിയൻ നമുക്കറിയാം. ഹൗ യു ക്യാൻ റൈറ്റ് ദി ഹാമിൽട്ടോണിയൻ? എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഈസ് നത്തിങ് ബട്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി T plus V. Okay, so in classical mechanics we have already constituted so many Hamiltonians, right? അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിന്റെ എച്ച് എഴുതാൻ പറ്റണം. റൈറ്റ്, അത് നിങ്ങൾക്ക് തരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്ന സിസ്റ്റംസ്, ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ, യു നോ ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ അല്ലേ. ഡിഗ്രി സെക്കൻഡ് സെമ്മോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഹാർമോണിക് ഓസിലേറ്റർ, എന്തൊക്കെ പല രീതിയിൽ പഠിച്ചു അല്ലേ. ഇപ്പൊ നമുക്ക് അതിന്റെ ഹാമിൽട്ടോണിയൻ ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. റൈറ്റ്, -h² by 2m d² by dx² plus ½ m⁻² അതാണ് അതിന്റെ ഹാമിൽട്ടോണിയൻ. എനിവേ, അത് ഞാൻ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. എനിവേ, അപ്പോൾ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയനെ നമ്മൾ എടുത്തിരിക്കുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാണുക? എക്സ്പെക്ടേഷൻ കാണുക. റൈറ്റ്, അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എക്സ്പെക്ടേഷൻ കാണാൻ അറിയാലോ. യെസ്, ഹൗ എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് അല്ലേ. അതെന്താ ശരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എഴുതുക psi h psi അല്ലേ. where the psi represents the wave function I chosen. ഒരു കാര്യം കൂടെ, വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ നോർമലൈസ്ഡ് അല്ലെങ്കിൽ യു ഷുഡ് നോർമലൈസ് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ബൈ
ഇന്റർപ്രറ്റ് ബിറ്റ്വീൻ സൈ ആൻഡ് സൈ എടുക്കേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. സൈ നോർമലൈസ്ഡ് ആണെന്ന് വിചാരിക്കുക, റൈറ്റ്? അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക, അതറിയാമല്ലോ അല്ലേ? ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഈക്വൽ ടു 1 കൊടുത്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് ആ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇഫ് ഇറ്റ് വാസ് എ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എച്ച്, ഇത് സൈ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്താണ്? It is the trial wave function, normalized trial wave function you choose, and h is the Hamiltonian of the system. So ആ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയന്റെ എക്സ്പെക്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു അവർ ട്രയൽ വേവ് ഫംഗ്ഷൻ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആയിരിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയെ ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് EGS. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ ഹാമിൽട്ടോണിയൻ ഇത് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം എനർജിയാണ് EGS അല്ലെ? ഹാമിൽട്ടോണിയന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എനർജി വാല്യൂ ആണ്. അപ്പൊ തീർച്ചയായിട്ടും മിനിമം വാല്യൂ EGS ആയിരിക്കും. അപ്പൊ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്നുകിൽ EGS ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. കുറയോ? ഏറ്റവും മിനിമം ആണ് EGS. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയേക്കാൾ താഴെ വേറെ സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് എക്സൈറ്റഡ് അങ്ങനെയല്ലേ? അപ്പൊ ഒന്നുകിൽ EGS കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം? ഡെഫിനറ്റ്ലി അതിനേക്കാൾ കൂടിയ എനർജി കിട്ടും, റൈറ്റ്? അപ്പൊ അതാണ് ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് അതൊക്കെ ഇവിടെ എങ്ങനെ എഴുതാം? അപ്പോ ഇത് ചെയ്താൽ കിട്ടുന്ന എനർജി വാല്യൂ ആണ്. ദാറ്റ് വുഡ് ബി ഓഫ് കോഴ്സ് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും ആരേക്കാളും? EGS അല്ലെ? അപ്പൊ നിങ്ങളുടെ ട്രയൽ വേവ് ഫംഗ്ഷൻ എത്ര കറക്റ്റ് ആവുന്നോ, പെർഫെക്റ്റ് ആവുന്നോ, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് EGS കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത എനർജി എന്ന് പറയുന്നത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിക്ക് ഈക്വൽ ആയിരിക്കും, റൈറ്റ്? കയ്യിൽ ഇത് കണ്ടാൽ മാത്രം പോരാ, ഞാൻ പറയാം, സ്റ്റെപ്സ് ഞാൻ പറയാം, റൈറ്റ്? സോ എനിവേ ആദ്യത്തെ നമുക്ക് പ്രൂവ് ചെയ്യണം, റൈറ്റ്? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രയൽ വേവ് ഫംഗ്ഷൻ വിച്ച് ഈസ് നോർമലൈസ്ഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് വെച്ചിട്ട് എച്ചിന്റെ എക്സ്പെക്ടേഷൻ കാണണം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, പ്രോബ്ലം ചെയ്യുമ്പോഴേ പറയുള്ളൂ, കാണിക്കുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ആ എച്ചിന്റെ എക്സ്പെക്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മിനിമൈസേഷൻ ചെയ്യണം. നിങ്ങൾ സൈ എന്ന് പറയുന്ന ട്രയൽ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ, ഇപ്പൊ സപ്പോസ് സൈ ഈസ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണേ. തൽക്കം ഞാൻ തന്നെ ഇടുന്നു, e raised to minus alpha x square. So here you can find out a variable alpha. We don't know the form of alpha. And let it be beta or a, എന്തെങ്കിലും a or b or എന്തെങ്കിലും no matter. അപ്പോൾ നമ്മൾ ഈ a എന്ന് പറയുന്ന വേരിയബിളിന് എക്സ്പെക്ടേഷൻ ഓഫ് h എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം. അപ്പൊ h ന്റെ മിനിമം വാല്യൂ ഫോർ ദിസ് a കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ മിനിമം വാല്യൂ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി EGS അല്ലേ? അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടിയത്, EGSനേക്കാൾ കുറച്ച് കൂടിയത് പറഞ്ഞാൽ മിക്കവാറും അത് ഫസ്റ്റ് എക്സൈറ്റഡ് ആയിരിക്കും, കറക്റ്റ് അല്ലേ? അപ്പോ നിങ്ങൾക്ക് ഐഡിയ ഇപ്പൊ കുറച്ച് കത്തിക്കുണ്ടാവും വിചാരിക്കണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐഡിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ സാധനം ഇത് ഉപയോഗിച്ചുകൊണ്ട് അത് EGS ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയ എനർജി ആണോ അല്ല ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ അനുസരിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് എവർ ഇതിലെ വേരിയബിൾ എക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനല്ല എക്സ്പെക്ടേഷൻ എച്ചിനെ മിനിമൈസ് ചെയ്യാം. അപ്പൊ ആ മിനിമം എച്ചുള്ള എ കിട്ടും. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം എനർജി ഉള്ള ആ സ്റ്റേറ്റിന്റെ വേവ് ഫംഗ്ഷനും കിട്ടും, മിനിമം എനർജി എത്രയാണോ അതും കിട്ടും. ഓക്കെ, അത് വേവ് ഫംഗ്ഷൻ കൂടുതൽ ആക്യുറേറ്റ് ആണെങ്കിൽ അത് EGS ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ആദ്യം ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ലെക്ചർ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു ദി പ്രൂഫ്. ലിസൺ, സിൻസ് psi n form a complete set in trial wave function psi n, എനിക്ക് എങ്ങനെ എഴുതാം? summation n sum cn into psi n എഴുതിക്കൂടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, റൈറ്റ്? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെറ്റ് നൊട്ടേഷൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇടാം. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ ഇട്ടുന്നല്ലേ, റൈറ്റ്? ഓക്കെ, സോ ദെൻ ഐ നോ ബൈ നോർമലൈസ്, ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. നോർമലൈസ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി
1 ആയിരിക്കും അല്ലെ I ആയിരിക്കും അല്ലേ ശരിയല്ലേ ക്ലിയർ അല്ലേ നോർമലൈസ്ഡ് ആണെങ്കിൽ കണ്ടീഷൻ ഓർമ്മയില്ലേ റൈറ്റ് ഓക്കെ now anyway let us find out one what is psi നോക്കണേ ഇന്നർ പ്രൊഡക്ടിവിറ്റി മീൻസ് psi അപ്പോൾ psi n എന്തെടുക്കണം സ്റ്റാർ ഉണ്ടാവും അല്ലേ summation I forgot to put the summation ഇതിന്റെ ഇതിപ്പോ കെറ്റാണ് നമ്മളെ ഡിവൈഡ് എടുത്താൽ Cn star psi ഓക്കെ ക്ലിയർ അല്ലേ ഇൻറ്റു ആര് വരും psi ആരാ summation Cn psi ക്ലിയർ അല്ലേ ഇതെന്താ വരിക വാട്ട് ഇറ്റ് ഈസ് നമുക്കറിയാം Cn star Cn എന്ന് പറഞ്ഞാൽ Cn മോഡുലസ് Cn സ്ക്വയർ ആണ് psi n inner product between psi n 1 ആണ് so this will yield summation n മോഡുലസ് Cn സ്ക്വയർ അല്ലേ ഇപ്പുറത്ത് എന്താ ls എന്താ 1 ആണ് ഇത് മറന്നു പോകരുത് റൈറ്റ് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാ psi n inner product with psi n എന്താ 1 ആണ് നോർമലൈസ്ഡ് ആണല്ലോ ഇത് നമ്മൾ എഴുതി വെക്കാം നമുക്ക് കിട്ടിയ കാര്യം summation n Cn square എന്ന് പറഞ്ഞാൽ 1 ആണ് okay we know that now you find out the expectation of h നിങ്ങളെ expectation of h എന്ന് പറഞ്ഞാൽ I know it is psi is an h psi equal to psi എന്ന് പറഞ്ഞാൽ summation n Cn star sorry psi okay any h right അടുത്തത് summation n Cn psi ക്ലിയർ അല്ലേ psi ഇതാണ് h ഇതാ വീണ്ടും psi എങ്ങനെ എഴുതിയാൽ എൻ്റെ ഓർത്തോണമസ് സെറ്റ് ആയ psi ന്റെ സമ്മേഷൻ ആക്കി ഏതാണ് നോ പ്രോബ്ലം now this will give you h acting on psi n is En psi n so summation n Cn star psi n En summation n Cn psi n okay remember ഇത് summation പുറത്തിട്ട് okay അത് ഐഗൻ വാല്യൂ ആണ് ശ്രദ്ധിക്കണം റൈറ്റ് ഇവിടെയും psi n ഇന്നർ പ്രൊഡക്റ്റ് വിത്ത് psi n എന്താ 1 ആണ് അപ്പോൾ ഇതെന്താ വരും ശരിക്കും Cn star Cn നമ്മുടെ മോഡുലസ് Cn സ്ക്വയർ ആവും so this is nothing but En into മോഡുലസ് Cn സ്ക്വയർ summation n ക്ലിയർ അല്ലേ റൈറ്റ് ഇനി മിനിമം എനർജിക്കാണ് ഞാൻ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ En എന്ന് പറഞ്ഞാൽ മിനിമം എത്രയാ മിനിമം ഗ്രൗണ്ട് സ്റ്റേറ്റ് വരെ പോയിക്കൊള്ളൂ EGS ആണ് അപ്പോൾ ഈ നിങ്ങൾ മിനിമം ആണെങ്കിൽ റൈറ്റ് En എന്താണ് EGS ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ EGS കൊടുക്കാം റൈറ്റ് ഓക്കെ കൊടുക്കട്ടെ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ EGS കൊടുക്കുമ്പോൾ മിനിമം ആവുന്നത് കൊണ്ട് തന്നെ ഈക്വൽ സൈൻ ചേഞ്ച് ചെയ്യണ്ടേ ഇതിപ്പോൾ ഈക്വൽ ടു ഇതാണ് ഓക്കെ ഞാൻ En മാറ്റിയിട്ട് ഏറ്റവും മിനിമം കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ആവണ്ടേ സോ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയതാണ് നമുക്ക് നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളെ ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് h റൈറ്റ് ഈക്വൽ സൈൻ മാറ്റി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇവിടെ EGS കൊടുത്തു EGS മിനിമം വരികയാണല്ലോ അതിനെ പുറത്തെടുത്തു സോ EGS പിന്നെ ആരാണുള്ളത് summation n മോഡുലസ് Cn സ്ക്വയർ മോഡുലസ് Cn സ്ക്വയർ 1 ആണ് സോ ദിസ് ഈസ് ഈക്വൽ ടു EGS അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ എക്സ്പെക്ടേഷൻ ഓഫ് h ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താണ് EGS ആണ് ഓക്കെ എക്സ്പെക്ടേഷൻ ഓഫ് h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം psi h psi ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു EGS ഇതാണ് ഞാൻ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നത് ബോർഡിൽ ഞാൻ തൊട്ട് മുന്നേ വായിച്ച കാര്യം ഓക്കെ അപ്പോൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് h നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വേവ് ഫംഗ്ഷന്റെ ട്രയൽ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ട്രയൽ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് h എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയന്റെ എക്സ്പെക്ടേഷൻ കണ്ടാൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ സംഹൗ ഈക്വൽ ടു എന്താണ് EGS ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒക്കെ ചെയ്യാം റൈറ്റ് അപ്പോൾ ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹാർമോണിക് ഓസിലേറ്ററും ഹീലിയം ആയിട്ടും എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം
ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി തിയറി ഇത്രേ പറയാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഹാമിൽട്ടോണിയൻ നോക്കി വെച്ചോളൂ. ട്രയൽ വേവ് ഫംഗ്ഷൻ ഞാൻ ചൂസ് ചെയ്തോളൂ, നോർമലൈസ് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ, ഹാമിൽട്ടോണിയൻ നോക്കിയാൽ മാത്രം പോരാ, ഗാമ ഫംഗ്ഷൻ. ഓക്കെ, ഗാമ സെറ്റ്. ഓക്കെ, ഇതിന്റെ ഫോം ഓർമ്മ ഉണ്ടാവും, മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി t raised to 2z minus 1 e raised to minus t square dt. ഓർമ്മയുണ്ടോ ഈ ഫോം? റൈറ്റ്. ഇത് 0 to infinity ആകുമ്പോൾ മേലെ z minus 1 e raised to minus t മറ്റൊരു ഫോമിൽ എഴുതാം. ഓക്കെ, ആ രണ്ട് ഫോമും പഠിച്ചിട്ട് വരിക. ഗാമ ഫംഗ്ഷന്റെ മറ്റ് പ്രത്യേകതകൾ നോക്കിയിട്ട് വരിക. ഇപ്പോൾ ഗാമ ഹാഫ് ഇതെന്താ, √π, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ അല്ലേ, അതൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് വരിക. എങ്കിലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ ഹാർമോണിക് ഓസിലേറ്റർ. താങ്ക് യു.